ഇന്നത്തെ വർക്ക് ലെറ്റർ ബീഡ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ലെറ്റർ ബീഡിൽ നിങ്ങൾക്ക് പേര് വേണമെങ്കിൽ പേരെടുക്കാം, അല്ല ഏത് വേർഡാണോ വേണ്ടത് ആ ഒരു വേർഡിൽ ലെറ്റർ എടുത്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് ഇതാണ്. ഞാൻ സെറ്റ് ചെയ്ത് വെച്ചതാണ് കയ്യിൽ. സ്മൈൽ. ഇത് കാണുമ്പോൾ തന്നെ ഒരു പുഞ്ചിരി വരുന്നുണ്ടോ? വരാത്തവരും വെറുതെ ഒന്ന് പുഞ്ചിരിച്ചു കേട്ടോ, നല്ലതാണ്. അപ്പം ഈ ഒരു സ്മൈൽ എന്ന വേർഡ് എടുത്തിട്ട് ഞാൻ സിമ്പിളായിട്ടുള്ളൊരു മാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്രീൻ, ഓറഞ്ച്, ലൈറ്റ് ബ്ലൂ, ഡാർക്ക് ബ്ലൂ, സ്കൈ ബ്ലൂ കേട്ടോ, ഡാർക്ക് ബ്ലൂ, ചെറിയ വൈറ്റ് ബീഡ്. ഇത് വന്നിട്ട് ഇതൊക്കെ 4mm ഇത് 3mm ആണ്. അങ്ങനെ വേണമെന്നൊന്നുമില്ല കേട്ടോ, ഞാൻ എടുത്തത് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഏത് ലെറ്ററാണോ ഏത് വേർഡാണോ വേണ്ടത് ആ ഒരു വേർഡ് കൂടെ സെലക്ട് ചെയ്യാം. സിമ്പിളായിട്ടുള്ള മാലയാണ്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഗിയർ വയറാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ ഒരു റിങ് എടുത്തിട്ടുണ്ട്, ഈ ഒരു ഹൂക്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഗിയർ വയർ അളവെടുക്കുന്നത് നമ്മൾ കഴുത്തിന് കറക്റ്റായിട്ടുള്ള അളവെടുക്കുക. കറക്റ്റായിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഒരു മാലയാണ്. അപ്പോൾ കറക്റ്റ് എടുക്കുക. അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് ഇങ്ങനെ എടുക്കാം. ഈ ഒരു നമ്മുടെ കൈയുടെ അളവെടുത്തിട്ട് എക്സ്ട്രാ 2 ഭാഗത്ത് എടുക്കുക. ഓക്കെ അല്ലേ? ഇനി നമുക്ക് കോർക്കാം. അപ്പോൾ കോർക്കാൻ ഞാൻ ഈ സൈഡ് ഓൾറെഡി ജോയിൻ്റ് ആണ്. ഞാൻ 2 മടക്കാക്കിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ജോയിൻ്റ് ആണ്. അപ്പോൾ അതിലെ ബീഡ് കോർക്കണം എന്നുള്ളവർ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. ഞാനിപ്പോൾ 2 സൈഡിലൂടെയും കോർക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ പ്രസ് ചെയ്ത് വെച്ചു. അതേപോലെ ഇപ്പോഴത്തെ ഭാഗത്ത് ഒന്നിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക, ഇങ്ങനെ പിരിച്ചു കൊടുക്കാം. അപ്പോൾ ആ ഒരു ഭാഗവും അവിടെ തന്നെ നിൽക്കും, നമുക്ക് ബീഡ്സ് കോർക്കാൻ എളുപ്പമാവും. ഓക്കെ, ഇനി ഈ ഒരു സ്മൈലിന് കഴുത്തിലേക്ക് എന്താ പറയുന്നത്, ഈ ഒരു ഗിയർ വയറിലേക്ക് കോർക്കാം. ഓക്കെ, യെസ്. ഞാൻ എന്തൊക്കെയോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ചില സമയത്ത് നമ്മൾ ബീഡ്സ് ഇങ്ങനെ സ്മൈലിടുന്ന എന്താ പറയുക കോർത്ത് കഴിഞ്ഞു, പക്ഷേങ്കിൽ കഴുത്തിലിടുമ്പോൾ ചിലപ്പോൾ നേരെ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. ELIME ഇങ്ങനെ റിവേഴ്സായി വരും. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ വരുമോ എന്ന് ആലോചിച്ച് കൊണ്ട് പറഞ്ഞതാണ്. അപ്പം പറ്റിയ തെറ്റാണ് കേട്ടോ. എസ് കോർത്തു. അപ്പം ആദ്യം ചെയ്യേണ്ടത് ലൈറ്റ് ബ്ലൂ ബീഡ്. അങ്ങനെയില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബീഡ്സ് ഇഷ്ടപ്പെട്ട കളർ എടുത്ത് വെക്കാം. ഞാനിവിടെ ഈ ഒരു ബ്ലൂ ആണ് എടുക്കുന്നത്. പിന്നെ ലെറ്റർ ബീഡ് കോർക്കും. അപ്പോൾ ലെറ്റർ ബീഡ് കോർക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. കോർത്ത് കഴിഞ്ഞാൽ ഇത് തല തിരിഞ്ഞ് പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ കറക്റ്റ് കോർക്കണം, അല്ലെങ്കിൽ ഫൈനൽ റിസൾട്ട് ചിലപ്പോൾ എസ് മനസ്സിലാവില്ല, എല്ലൊക്കെ 7 ആയിട്ട് വരും. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ കുഴപ്പമാണ്, നമ്മൾ ആദ്യം അഴിച്ചെടുത്ത് ചെയ്യേണ്ടി വരും. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് കോർക്കുക. SM I L E. ഓക്കെ, നമ്മൾ ഇത്രയും കോർത്തിട്ടുണ്ട്. ഇതിനെ സെൻറ്ററിലേക്ക് കൊണ്ടുപോവാം. അപ്പോൾ ഞാൻ സെൻറ്ററിൽ വെച്ചിട്ട് ഇതാ ഇവിടെ സെൻറ്ററിലുണ്ട്. ഇനി ഇവിടെ കറക്റ്റ് വെച്ചിട്ട് ഇവിടെ എത്ര ബീഡ് കോർക്കുന്നു, ഏത് ബീഡ് കോർക്കുന്നു അത് തന്നെ ഇപ്പുറത്തെ സൈഡിലേക്കും കോർക്കുക. 2 ഭാഗത്തും ഈക്വലായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് 2 ഭാഗത്ത് കൂടെ കോർക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് 2 ബീഡ് കോർത്തു. അതേപോലെ തന്നെ ഈ ഒരു സൈഡിലും ഒരു ബീഡ് പോയി, 2 ബീഡ് കോർത്തു. ഒറ്റ കളറ് വേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കുറച്ചധികം കളർ എടുത്തത്. അടുത്തത് ഓറഞ്ച് കോർത്തു. വീണ്ടും ഈ ഒരു കളറ്,
നെക്സ്റ്റ് വന്നിട്ട് ഗ്രീൻ കോർത്തു. വീണ്ടും ഈ ഒരു കളറ്. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഈ ഒരു ലൈറ്റ് ബ്ലൂ ആണ് എടുക്കുന്നത് കേട്ടോ. അതിൻ്റെ കൂടെ മിക്സായിട്ട് വേറെ കളർ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ഒരേ കളർ വേണമെങ്കിൽ ഒരേ കളർ യൂസ് ചെയ്യാം, അല്ല ഡിഫറെൻറ്റ് കളർ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ചെറിയ ബീഡ് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. നമ്മളെ ഷുഗർ ബീഡ്സൊക്കെ ഇല്ലേ, അത് യൂസ് ചെയ്യാം. അപ്പോൾ എൻ്റെ അടുത്ത് വൈറ്റ് ബീഡ് 4 mm ഇല്ല, 3 mm ഉള്ളൂ കേട്ടോ. എന്നാലും കുഴപ്പമില്ല, അതും ഇവിടെ കിടക്കട്ടെ. കണ്ടോ, ഇതേപോലെ വരും. അപ്പം ഇതേപോലെ മിക്സായിട്ട് കളറ് ബീഡ്സ് കോർക്കുക. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ബാക്കി നിങ്ങൾ കോർക്കില്ലേ, ഞാൻ കാണിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ. ഓരോന്നായിട്ടും കോർത്തെടുക്കാം. ഓക്കെ, ഞാൻ മുഴുവനായിട്ട് കോർത്തിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ കോർത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരറ്റം ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കാം. ഇതിൽ മുത്ത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പുറത്തെ ഭാഗത്ത് ഈ ഒരു റിങ് നമുക്ക് കണക്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഈ റിങ്ങിനെ പ്രസ് ചെയ്ത് വെക്കാം. നല്ല രീതിക്ക് പ്രസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഗിയർ വയർ ഇതിനുള്ളിലൂടെ കോർത്തിട്ട് ഇതിലിങ്ങനെ ഇതിലിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചുറ്റി കൊടുക്കുക കേട്ടോ. ഇതേപോലെ ചുറ്റിക്കൊടുത്തതിന് ശേഷം കുറച്ച് ബീഡ്സിൻ്റെ ഉള്ളിൽ കോർത്ത് വെക്കാം. ഇതേപോലെ അങ്ങ് കോർത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴുത്തിൽ വന്നിട്ട് കുത്തത്തില്ല. ഓക്കെ, കണ്ടോ, ഇതേപോലെ വരും. പിന്നെ ഇവിടെ ഇത്രയും വേണ്ട എന്നുള്ളവർ കാണുന്നുണ്ടോ, ഇത്രയും ചുറ്റ് വേണ്ട എന്നുള്ളവർ ഒരു 2 ചുറ്റ് ചുറ്റിയിട്ട് ഇതേപോലെ കോർത്താൽ മതി കേട്ടോ. അപ്പോൾ പിന്നെ ഇതിൻ്റെ അറ്റം വന്നിട്ട് നമ്മളെ കഴുത്തിൽ കുത്താതെ നിൽക്കും. ഓക്കെ, ഇതേപോലെ കോർക്കാം. അടുത്ത ഭാഗത്ത് ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കണം. ടൈറ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഈ ഒരു ഹൂക്ക് കോർക്കാം. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ചുറ്റിയെടുക്കുക. ഒരു 2-3 ചുറ്റ് ചുറ്റിയെടുത്തതിന് ശേഷം ഇതിനെ ഈ ഒരു ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുക്കുക. അപ്പോൾ ഞാൻ കോർത്തെടുത്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇതേപോലെ 2-3 ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുത്തിട്ട് ബാലൻസ് വരുന്ന ഭാഗം നല്ല രീതിക്ക് പറ്റ വെട്ടുമെന്ന് പറയില്ലേ, അടുപ്പിച്ചിട്ട് വെട്ടണം. ഒരു ചെറിയ ഭാഗം പോലും പുറത്ത് വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ കഴുത്തിൽ ഇങ്ങനെ കുത്തി വേദനിപ്പിക്കും. ഓക്കെ, ഇതാണ് മാല. സിമ്പിളാണ്, കണ്ടോ. അപ്പം ആർക്കെങ്കിലും ഉണ്ടാക്കി നോക്കണം, ആർക്കെങ്കിലും വേണം എന്നുള്ളവർ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ പേര് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ പേര് ഓർക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇതിനാണ് ഞാൻ പറഞ്ഞ കഴുത്തിൻ്റെ കറക്റ്റ് അളവെടുക്കാൻ വേണ്ടിയിട്ട്. എസും എമ്മും എല്ലൊക്കെ കാണുന്നുണ്ടോ? അപ്പോൾ ഇന്നത്തെ വർക്ക് ഇത്രയേ ഉള്ളൂ. കണ്ടോ, ഇവിടെ കുറച്ച് എക്സ്ട്രാ വന്നതുണ്ടോ. അപ്പോൾ അതിനെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. അല്ലെങ്കിൽ ഉറപ്പായിട്ടും അത് കഴുത്തിന് ചെറിയ സ്ക്രാച്ച് വരുത്തും. ഓക്കെ,
അപ്പോൾ എങ്ങനെയുണ്ടെന്ന് പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ.